മദീനത്ത് മയങ്ങുന്ന മഹാനാം റസൂലിനെ കാണാൻ കൊതിച്ചു കൊണ്ടുറക്കം പൂണ്ടേ. നിലാ പോലും നാണിക്കും നബിയോരിൻ മുഖം കണ്ട് കനവിലൻ മനസ്സകം കുളിര് കൊണ്ടേ. മദീനത്ത് മയങ്ങുന്ന മഹാനാം റസൂലിനെ കാണാൻ കൊതിച്ചു കൊണ്ടുറക്കം പൂണ്ടേ. നിലാ പോലും നാണിക്കും നബിയോരിൻ മുഖം കണ്ട് കനവിലൻ മനസ്സകം കുളിര് കൊണ്ടേ. ആരും കൊതിച്ചു പോകും ആ പുണ്യമേനിയെ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദ്വാനില്ലാഹ്. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها صدق الله العلي العظيم. ബഹുമാന്യരായ ഉലമാക്കളെ, പ്രിയങ്കരായ സഹപ്രവർത്തകരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്കിവിടെ ഒത്തുചേരാൻ സാധിച്ചു. അതിന് അള്ളാഹുവിന് സ്തുതി പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കരുത്, ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു സംസാരമാണ് ഇവിടെ എന്ന് നിങ്ങൾ കേട്ടുകഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുമ്പോൾ ആ നിലപാട് തന്നെയായിരിക്കണം മനുഷ്യന്മാരുടേത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേദന തട്ടുന്ന യാതൊന്നും ഉണ്ടായിക്കൂടാ എന്നുള്ളത് അള്ളാഹുവിന് നിർബന്ധമുള്ള കാര്യമാണ്. അതെവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും? അള്ളാഹുവിൻ്റെ പദപ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അൽ-ബഖറയിലെ ഇപ്പോൾ ഓതിയ ആ ആയത്തൊന്ന് പരിശോധിച്ച് നോക്കുക, അള്ളാഹുവിന്റെ നിലപാട് മനസ്സിലാക്കാൻ. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയുകയാണ്, ആകാശത്തിന്റെ നേർക്ക് നിങ്ങളുടെ കണ്ണ് ഇടയ്ക്കിടെ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഫലനുവല്ലിയന്നക ആയതുകൊണ്ട് നിങ്ങളെ ഞാനിതാ തിരിക്കുകയാണ്. ഖിബലത്തൻ, ഒരു ഖിബലയിലേക്ക്. ഏതാണ് ആ ഖിബല? തർലാഹ, നിങ്ങളുടെ റിള അവിടെയാണ്, ഞാൻ അത് മാനിക്കുന്നു. അർലാഹ എന്നല്ല പറയുന്നത്, ഖിബലത്തൻ തർലാഹ, ഖിതാബിന്റെ താഴ്ത്തുകൊണ്ട് നിങ്ങളുടെ റിള എന്താണോ അത് നടക്കട്ടെ, എന്റേത് വിഷയമല്ല. എന്താ സംഗതി? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു.
ഹിജ്റ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ അറിയിപ്പ് നിസ്കരിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാവട്ടെ, കഅബയിലേക്ക് തിരിഞ്ഞിട്ടല്ല. അള്ളാഹു പറഞ്ഞാൽ അങ്ങോട്ട് തിരിയുക, അതല്ലേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. കഅബയിലേക്ക് തിരിഞ്ഞിട്ടല്ല നിങ്ങൾ നിസ്കരിക്കേണ്ടത്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കൂ. ഒരു 16 മാസം അങ്ങനെ മുന്നോട്ട് പോയി. നിങ്ങൾക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്. എന്നാൽ മാസങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഅബയിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കാനുള്ള ഉത്തരവ് കിട്ടിയാൽ നന്നായിരുന്നു 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 എന്നൊരാശ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വരാറുള്ളത് മുകളിൽ നിന്നാണല്ലോ. പുതിയ ഉത്തരവുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ടോ എന്ന ഒരു നോട്ടം ഇടയ്ക്കിടെ തങ്ങൾ മേൽപോട്ട് ഇങ്ങനെ നോക്കും. അങ്ങനെയാണല്ലോ ബസ് കാത്തു നിൽക്കുന്നയാൾക്ക് ഏത് ഭാഗത്തു നിന്നാണോ ബസ് വരേണ്ടത് ആ ഭാഗത്തേക്ക് ഇടയ്ക്കിടെ ആ ആൾ ഈ നോക്കിക്കൊണ്ടിരിക്കും. എന്ന പോലെ മലക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ നോട്ടത്തെക്കുറിച്ച് തന്നെ അല്ലാഹു തആല പറയുകയാണ്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നിങ്ങൾക്ക് കഅബ ശരീഫിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനാണ് പൂതി. ആ അറിയിപ്പുമായി മലക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആവട്ടെ, നിങ്ങളുടെ തൃപ്തി അങ്ങനെയാണെങ്കിൽ ഞാനിതാ നിങ്ങളെ ആ വഴിക്ക് തന്നെ തിരിക്കുന്നു. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ. അള്ളാഹുവിന്റെ പ്രീതി അതിനെ അവൻ മുന്തിക്കുന്നില്ല. നബി തങ്ങളുടെ റിള, ഞാൻ അതാണ് വലുതായി കാണുന്നത് എന്ന് അള്ളാഹു പറയുന്നു. ഖിബ്ലതൻ തർളാഹ, അർളാഹ എന്ന് പറയാതെ ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദിൽ ഹറാം ആയതുകൊണ്ട് ഇന്നു മുതൽക്ക് നിങ്ങൾ നിസ്കരിക്കുന്നത് കഅബ ശരീഫിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ടായിക്കൊള്ളട്ടെ. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മുതൽക്ക് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങി. മദീനയിൽ ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു പള്ളി തന്നെ കാണാം, മസ്ജിദുൽ ഖിബ്ലത്തൈനി. ഒരു നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ ചേഞ്ചിങ് ഓർഡർ വരുന്നത്. 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞതേയുള്ളൂ, അപ്പോഴാ ഓർഡർ. ആദ്യത്തെ 2 റക്അത്തും മസ്ജിദുൽ അഖ്സായിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു. പിന്നത്തെ 2 റക്അത്ത് ഓർഡർ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കഅബയിലേക്ക് തിരിഞ്ഞിട്ടു. ഒരൊറ്റ പള്ളിയിൽ വെച്ച് 2 ഭാഗത്തേക്കുമായുള്ള നിസ്കാരം നിർവഹിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ ആ പള്ളിക്ക് മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന് പേരും പറയും. ഇത് അൽ ബഖറ സൂറത്തിലാണ്. വിശുദ്ധ ഖുർആനിന്റെ തുടക്കത്തിൽ തന്നെ മഹാനായ അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്, ഞാൻ നബിതങ്ങളെ വെറുപ്പിക്കില്ല. ഞാൻ നബിതങ്ങളുടെ റിള, അവിടുത്തെ പ്രീതി, അവിടുത്തെ ഇഷ്ടം എന്താണോ അത് സാക്ഷാത്കരിച്ചു കൊടുക്കുന്ന ഒരു നിലപാടാണ് എന്റേത്. അപ്പോൾ പിന്നെ അതിന്റെ ബാക്കി എന്താണ്? നിങ്ങളും ഒരു കാരണവശാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷമിപ്പിക്കരുത്, അപ്രീതിപ്പെടുത്തരുത്. ആ മഹൽ വ്യക്തിത്വത്തിന് മാനസിക പ്രയാസമുണ്ടാക്കുന്ന ഒന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനിയും 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 തരും. ഫതർലാ, ആ തരലിന്റെ ഊക്ക് കൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് വയറ് നിറയുകയും ചെയ്യും. തൃപ്തിയാകുവോളം നിങ്ങൾക്ക് തരും. മറ്റു പലർക്കും ഞാൻ കൊടുക്കുന്നത് ഒരു അരമുറിയൻ കൊടുതിയാണ് എങ്കിൽ നിങ്ങൾക്ക് തരുന്നത് അരമുറിയൻ തരലല്ല, മറിച്ച് ഫതർലാ, നിങ്ങളുടെ റിള, നിങ്ങളുടെ പ്രീതി, വയറ് നിറഞ്ഞോ മതി മതി എന്ന് തോന്നുവോളം നിങ്ങൾക്ക് ഞാൻ തരും. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ. സുഹൃത്തുക്കളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദനയുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ വ്യക്തിയുടെ തറവാട് ചോദ്യം ചെയ്യുക എന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ തറവാട് ചോദ്യം ചെയ്താൽ അത് തങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ തറവാട് ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞത്? ഒരാൾ പറഞ്ഞു എന്നിരിക്കട്ടെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ, അതല്ലെങ്കിൽ ഉമ്മ, അതല്ലെങ്കിൽ അവർ രണ്ടുപേരും ശരിയില്ല. ശരിയില്ലാത്തത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും നരകത്തിലാണ് എന്നൊരാൾ പറഞ്ഞു എന്ന് വെക്കുക. തീർച്ചയായിട്ടും സാധാരണ ഏതൊരാളെപ്പോലെ തന്നെയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അത് വിഷമമുണ്ടാക്കും. ഇനി അഥവാ അങ്ങനെ നരകത്തിലാവാനുള്ള ഒരു പശ്ചാത്തലം പടച്ച തമ്പുരാൻ ഒരുക്കി വെച്ചു എന്ന് വെക്കുക, നരകത്തിലാവാനുള്ള ഒരു പശ്ചാത്തലം അള്ളാഹു ഒരുക്കി വെച്ചു എന്ന് വെക്കുക. അപ്പോഴെന്താ ഉണ്ടാവുക? തങ്ങൾക്ക് റിളയില്ലായ്മയുണ്ടാകും. അവനവന്റെ വാപ്പാനെയും ഉമ്മാനെയും നരകത്തിലാവാനുള്ള പശ്ചാത്തലം ഒരുക്കുന്നത് ആർക്കാ തൃപ്തി ഉണ്ടാവുക? ആയത്തിൽ നമ്മൾ എന്തേ കണ്ടത്? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ, നിങ്ങൾക്ക് വയറ് നിറയെ തരാൻ തന്നെ തീരുമാനിച്ചത്. ഒരു വ്യക്തിക്ക് വല്ലപ്പോഴും വല്ല തൃപ്തിയും ഉണ്ടാകുമോ സുഹൃത്തുക്കളെ? എത്ര കിട്ടിയാലും തൃപ്തിയാകുമോ വാപ്പയും ഉമ്മയും നരകത്തിലാണെങ്കിൽ? അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കരുത്. ഒന്ന്, അവിടുത്തെ ഉപ്പയും ഉമ്മയും നരകത്തിലാണ് എന്ന് പറയരുത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മറുപക്ഷത്തിരിക്കുന്ന ആളുകൾ വളയമില്ലാതെ ചാടുന്നവരാണ്. എപ്പോഴും ഒന്നുകിൽ ഗുരുക്കളെ നെഞ്ചത്ത് അതല്ലെങ്കിൽ കളത്തിന് പുറത്ത് എന്ന നിലപാടാണ് സുന്നത്തി ജമാഅത്തിന്റെ ഓപ്പോസിഷൻ ടീമുകൾക്ക്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ പറയുന്നതൊന്നും ഒരു ബൈ ഓർഡർ കലാമാവുകയില്ല. എല്ലാം ഡിസോർഡറെ പറയുള്ളൂ. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയും ഉമ്മയും ഒക്കെ നരകത്തിലാണ് എന്ന് പറഞ്ഞു. നബി തങ്ങളെ കുറിച്ച് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കൾ ആദ്യം മുതൽ അവസാനം വരെയും ശിർക്ക് വെക്കുന്ന കമ്പനിയിൽ പെടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം പറഞ്ഞോ? ഉവ്വ്. ഖുർആനിൽ കാണാം വതഖല്ലുബക ഫിസ്സാജിദീൻ. ഈ വാക്കിന് ഒരു തഫ്സീർ ഇതാണ്: ഞാൻ
നിരീക്ഷിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത്? വതഖല്ലുബക, നിങ്ങൾ ഇങ്ങനെ കയറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് ആരിലൂടെയായിട്ട്? ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിലായും കൊണ്ടുള്ള നിങ്ങളുടെ വരവ് അത് ഞാൻ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന്റെ വിശദീകരണം മുഫസ്സിറുകൾ കൊടുക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് താഴോട്ട് അബ്ദുള്ള, ആമിന ബീവി വരെയുള്ള തങ്ങളുടെ മാതാപിതാക്കൾ ആ ചാനലിലൂടെയാണല്ലോ കുട്ടി കടന്നു വരിക. ഈ ശൃംഖലയിൽ ഒരാൾ പോലും സാജിദല്ലാതെ ശിർക്ക് വെക്കുന്ന ആളിലൂടെയായി കടന്നു വരാൻ ഒരു പഴുതും കൊടുക്കാതെ സാജിദുകളിലൂടെ മാത്രമായി നിങ്ങളുടെ വരവ് ആയിത്തീരുന്നതിന് ഞാൻ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ആ വാക്കിന്റെ സാരം. എങ്കിൽ ആദം നബി അലൈഹി സ്വലാം മുതൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ പിതാവാകുന്ന അബ്ദുള്ള എന്നവർ വരെ എന്ന പോലെ മാതാക്കൾ ഇവരാരും തന്നെ ശിർക്കിന്റെ ആളുകളാവാൻ പാടില്ല. തങ്ങളുടെ വരവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ലൈനിലുണ്ട് എന്ന് നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിതാവ് ശിർക്ക് വെക്കുന്നയാളല്ലേ? പിന്നെ എങ്ങനെയാണ് ഈ ശൃംഖലയിൽ ഒരാൾ പോലും ശിർക്ക് വെക്കുന്നവരില്ല എന്ന് പറയുക എന്ന് ചിലർക്ക് സംശയമുണ്ടാകും. അതിന് പണ്ഡിതന്മാര് പറയുന്ന മറുപടി, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിതാവ് ആസർ അല്ല എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിതാവ് താറഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. ആ ആൾ ഈ കുട്ടിയെ വളർത്തുന്നതിന് വേണ്ടി ആസർ എന്ന് പറയുന്ന സ്വന്തം ബ്രദറെ ചുമതലപ്പെടുത്തി, അതല്ലെങ്കിൽ അദ്ദേഹം ചുമതല ഏൽക്കേണ്ടി വന്നു. അങ്ങനെ പറയുമ്പോൾ ആസർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വാപ്പാന്റെ സഹോദരനാണ്, ഡയറക്റ്റ് പിതാവല്ല. വഇദ് ഖാല ഇബ്രാഹിമു ലി അബീഹി എന്ന് പറഞ്ഞാൽ ലി അമ്മിഹി എന്നാണ് അർത്ഥം. സ്വന്തം വാപ്പാനോട് പറഞ്ഞു എന്നല്ല, മറിച്ച് പിതൃവ്യനോട് പറഞ്ഞു, അമ്മിനോട് പറഞ്ഞു എന്ന്. വാപ്പാന്റെ പേര് ആസർ എന്നല്ല എന്നർത്ഥം. ആസർ എന്ന് പറയുന്ന മനുഷ്യൻ വിഗ്രഹ പൂജ നടത്തിയിട്ടുണ്ട്, വിഗ്രഹ വിൽപ്പന നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഇവരുടെ ഉപ്പയല്ല, ആസറിന്റെ ഇന്ദ്രിയത്തിലൂടെ വന്നയാളല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന അവരുടെ ബൈബിള് പരിശോധിച്ചാൽ, പൂർവവേദങ്ങൾ പരിശോധിച്ചാൽ, ഓൾഡ് ടെസ്റ്റമെന്റ് അത് നിങ്ങൾ പരിശോധിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, അതിലുണ്ട് അബ്രഹാമിന്റെ ഫാദർ താറഖാണ്, ആസർ എന്നല്ല അതിലുള്ളത്. മറ്റു പലതും കളവാണ് എങ്കിലും ഇത് ശരിയാണ്. ബൈബിളിലുള്ളത് താറഖായിരുന്നു പിതാവ്. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് ദൂഷിച്ചു പറയരുത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവാകുന്ന അബ്ദുള്ള എന്നവർ, അബ്ദുൽ മുത്തലിബ് എന്നവർ, ഹാഷിം എന്നവർ, ഇവരൊക്കെയുള്ള ആ കാലഘട്ടം, അക്കാലഘട്ടത്തിൽ അവർ ശിർക്ക് ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയും അത് തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഒരു കാര്യം എന്താണത്?
അവരുടെ ആ ദശയ്ക്ക് പേര് ഫത്രത്തിന്റെ സമൻ എന്നാണ്. ഫത്രത്തിന്റെ സമൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗനിർദ്ദേശങ്ങളുമായി പ്രവാചകരെ, നബിമാരെ പറഞ്ഞയച്ചിട്ടില്ലാത്ത ഒരു ടൈം, അതാ ഫത്രത്തിന്റെ സമൻ എന്ന് പറയുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ചുപോയ ആളുകളുടെ വിധി അവർക്ക് സ്വർഗവുമില്ല നരകവുമില്ല എന്നുള്ളതാണ്. തെളിവെന്താണ്? വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല എന്ന ആയത്താണ്. ആയത്തിൽ പറയുന്നത് എന്താണ്? വമാ കുന്ന, ഞാൻ അല്ലേ അല്ല. എന്റെ ഉലൂഹിയത്തിന് നിരക്കുന്ന പണിയല്ല. ഓരോരുത്തർക്ക് ഓരോന്ന് യോജിച്ച പണിയുണ്ടല്ലോ, എനിക്ക് യോജിച്ച പണിയല്ല. മുഅദ്ദിബീന, അദാബ് നൽകുക, ശിക്ഷിക്കുക എന്ന് പറയുന്നത് എനിക്ക് ചേർന്ന പണിയല്ല. ഏതുവരെ? ഹത്താ നബ്അസ, ഞാൻ നിയോഗിക്കുന്നത് വരെ, അയക്കുന്നത് വരെ, റസൂലൻ, റസൂലിനെ അയക്കുന്നത് വരെ. അപ്പൊ റസൂലിന്റെ മെസ്സേജ് വരാത്ത സമയത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അദാബില്ല. മക്കയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം റസൂലായി വന്നിട്ടുണ്ട്. മഹാനവറുകൾക്ക് അള്ളാഹു നൽകിയ ആ സന്ദേശം, അതിന് കാലപരിധി ഉണ്ടായിരുന്നു, ദേശപരിധി ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ സ്വഭാവത്തോടു കൂടെയും ലാസ്റ്റ് നിമിഷം വരേക്കുമുള്ള കാലാവധിയോടുകൂടെയുമുള്ള ഒരു പറഞ്ഞയക്കലും മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാതെ അല്ലാഹു പറഞ്ഞയച്ചിട്ടില്ല. പറഞ്ഞയച്ചിടത്തോളം പറഞ്ഞയച്ചത് ദേശപരിധിയും ടൈം പരിധിയും വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ആ പ്രബോധനത്തിന്റെ സന്ദേശങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ സമയം നിലച്ചതിന് ശേഷം 1000-ലേറെ വർഷങ്ങൾ മക്കയെ സംബന്ധിച്ചിടത്തോളം റസൂലില്ലാത്ത ഒരു ദശയായിരുന്നു. റസൂലില്ലാത്ത ദശ. ആ ദശയിലാണ് ഈ അബ്ദുള്ള എന്നവരും അബ്ദുൽ മുത്തലിബ് എന്നവരൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല എന്ന് പറയുന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തു വേണം? ബിഅ്സത്ത് കൊണ്ട് നരകത്തിലല്ലാതിരിക്കണം. നേരത്തെ നിങ്ങൾ എന്താ കണ്ടത്? അള്ളാഹുവിന്റെ റസൂലിന്റെ നേർക്ക് നേരെയുള്ള മാതാപിതാക്കൾ സാജിദ് ലിസ്റ്റിലേ വരുള്ളൂ, ശിർക്കിന്റെ ലിസ്റ്റില് വരില്ല എന്ന്. എന്നാൽ കേവലം ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നവര് മാത്രമല്ല, അവരുടെ സൈഡിലായി ആ നാട്ടിൽ ജീവിച്ച ആളുകൾക്കും നരകം ഉണ്ടാവില്ല എന്നാണ് രണ്ടാമത് ഞാൻ ഓതിയ ആയത്ത് കൊണ്ട് വരുന്നത്. എന്തുകൊണ്ട്? പ്രവാചകരെത്താത്തത് കൊണ്ട്. യാസീൻ സൂറത്തിൽ പറയുന്നത് എന്താണ്? ലിതുൻദിറ, നബിയെ നിങ്ങൾ താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരെ? ഒരു ഖൗമിനെ. മാ ഉൻദിറ ആബാഉഹും, നിങ്ങൾ ഇപ്പോൾ പ്രബോധിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് വർഗത്തോടാണോ അവരുടെ ഫാദേഴ്സിന്റെ അരികിലേക്ക് ഞാൻ ആരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ അടുത്ത കാലം വരെ. ആ ഉൻദിറ ആബാഉഹും അള്ളാഹു തന്നെ പരസ്യമാക്കുകയാണ്. അവര് ബിഴ്സത്തിന്റെ ആളുകളായിരുന്നില്ല. അപ്പോൾ പിന്നെ അവർക്കുള്ള സീറ്റ് എവിടെയായിരിക്കണം? സ്വർഗത്തിലോ? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വഅലൽ അഅറാഫി റിജാലുൻ എന്ന ഒരായത്തുണ്ട് ഖുർആനിൽ. അഅറാഫ് എന്ന് പറയുന്ന ഒരു ബൗണ്ടറി, അവിടെ കുറെ ആൾക്കൂട്ടമുണ്ട്. ആ അഅറാഫ് എന്ന് പറയുന്നത് എവിടെയാ? അത് സ്വർഗവുമല്ല നരകവുമല്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അവിടെ ജീവിക്കേണ്ട കുറെ ആളുകളുണ്ട്. അവിടെ ജീവിക്കാൻ അർഹതപ്പെട്ടത് ആരൊക്കെയാണ്?
പലരുമുണ്ട്. അതിൽ ഒരു ടീം ഈ ബിഴുസത്തെത്താത്ത കൂട്ടരാണ് എന്നും പണ്ഡിതന്മാര് പറയുന്നു. അപ്പോൾ ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പാമാര് അവിടെ നിൽക്കട്ടെ, വാപ്പാമാരുടെ സൈഡിലുള്ള നാട്ടുകാര് അവരും ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ബിഴുസത്തെത്താത്തവരായതുകൊണ്ട് നരകത്തിലെത്തുന്നില്ല, മറിച്ച് മാക്സിമം പോയാൽ അഅറാഫ് മലമ്പലെത്തും, നരകത്തിലെത്തില്ല. സ്ഥിതിഗതി ഇതായിരിക്കെ നാം മുത്തു മുസ്തഫ തങ്ങളുടെ ഉപ്പാനെ പിടിച്ചിട്ട് ഉമ്മാനെ പിടിച്ചിട്ട് ത്രൂ നരകക്കാരാണ് എന്ന് പറയുമ്പോൾ ആ മനസ്സ് എന്തുമാത്രം വേദനിക്കും. എന്നാൽ ഈ രണ്ടായത്തിന്റെ അടിസ്ഥാനത്തിലും ആമിന ബീവിയും അബ്ദുള്ള എന്നവരും നരകത്തിൽ പോവേണ്ടവരല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായതിന്റെ പുറമെ കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അവർ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു സ്പെഷ്യൽ ഓർഡർ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമാകും. അവർ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു സ്പെഷ്യൽ ഓർഡർ. എന്താണ് ആ സ്പെഷ്യൽ ഓർഡർ? ചില ഹദീസിൽ ഇങ്ങനെ കാണുന്നു. ആ ഹദീസിൽ എന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഉപ്പയെയും ഉമ്മയെയും ഇരുവരെയും ഒരു കുറഞ്ഞ സമയത്തേക്ക് മരിച്ചുപോയ അവരെ അള്ളാഹു ഹയാത്താക്കി കൊടുത്തു. എന്നിട്ട് മരിച്ചതിന് ശേഷം പുനർജനിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഈ മകനെ കൊണ്ട് ഈമാൻ കൊണ്ടു വിശ്വസിച്ചു എന്നുമാണ് ആ രേഖയിൽ കാണുന്നത്. അപ്പോൾ മരിച്ചതിന് ശേഷം പുനർജനിച്ചിട്ട് കുറെ നാൾ ജീവിക്കുക, ഇബാദത്തെടുക്കുക എന്നതൊക്കെ ഭൂമിയിൽ സംഭവിച്ച കാര്യമാണ് എന്ന് അൽ ബഖറ സൂറത്തിൽ ബനൂ ഇസ്രായേലിയുടെ ചരിത്രം പറയുമ്പോൾ കാണാവുന്നതാണ്. അതൊരു അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമല്ല, നടക്കാവുന്ന പ്രശ്നമാണ്. ഉസൈർ റളിയല്ലാഹു അൻഹു തന്നെ മരിച്ചതിന് ശേഷം, അതും 100 കൊല്ലം മരിച്ചു കിടന്നതിന് ശേഷം പുനർജനിച്ച് ജീവിച്ചയാളാണ്. അത് കഴിയാത്ത കാര്യമല്ല. ഒരല്പസമയത്തേക്ക് അവർ രണ്ടുപേരെയും ഹയാത്താക്കി കൊടുത്തു എന്നും അവർ രണ്ടുപേരും വിശ്വസിച്ചു എന്നും ആകയാൽ അവർ ആ കാലഘട്ടത്തിലുള്ള മറ്റുള്ളവരെ പോലെ അയറാഫിലേക്ക് പോവേണ്ടവരല്ല, മറിച്ച് തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു എന്ന കാരണത്താൽ സാക്ഷാൽ സ്വർഗത്തിൽ തന്നെ പോവേണ്ടവരാണ് എന്നും പണ്ഡിതന്മാര് പറയുന്നു. അപ്പൊ എന്തായി? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർല്ലാഹ്, നബിയെ നിങ്ങൾക്ക് തന്ന് നിങ്ങൾക്ക് പള്ള നിറയുന്നത് വരെ തരും, വയറ് നിറയുന്നത് വരെ തരും. ഇപ്പൊ വയറ് നിറഞ്ഞു, അവനാൻ ഉപ്പായും ഉമ്മായും മല്ല മോള് നരകൊന്നല്ലെങ്കിലും മകനിവിടെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാതെ തൃപ്തി ഉണ്ടാവുമോ? അതൊരു തൃപ്തിയാവുന്ന കേസല്ലല്ലോ. ഇപ്പോ ആ തൃപ്തിയാവൽ സംഭവിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം മാതാവ് എങ്ങനെ സ്വർഗത്തിന്റെ വക്താവായി മാറി, ആളായി മാറി എന്ന് ഇതാ മുസ്ലിമിന്റെ ഒരു ഹദീസിൽ നമുക്ക് വായിക്കേണ്ടി വരികയാണ്. ആ ഉമ്മാനെ സംബന്ധിച്ച് പ്രത്യേകമായി കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിന ബീവി റളിയല്ലാഹു അൻഹായുടെ ഖബർ സിയാറത്ത് ചെയ്തു. അങ്ങനെ മഹാനായ തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് കരഞ്ഞുപോയി. ബക്ക. പിന്നെ പറയുന്നു വ അബ്ക, കരഞ്ഞു എന്ന് മാത്രമല്ല കൂടെയുള്ളവരെയൊക്കെ കരയിപ്പിച്ചു തങ്ങൾ. നീ കരയൂ എന്ന് പറഞ്ഞുകൊണ്ട് കരയിപ്പിക്കലല്ല, തങ്ങളുടെ കരച്ചിൽ കണ്ടിട്ട് അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല, അവർ കൂടി കരഞ്ഞു. മുസ്ലിമിന്റെ ഹദീസാണിത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാന്റെ കാര്യത്തിലും ഉമ്മായുടെ കാര്യത്തിലും
അവർക്ക് ഒരു ഹയാത്ത് കിട്ടി, ഈമാൻ കൊള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ് ഈ സംഭവം. കാരണം ഒരു ഈമാൻ കൊണ്ട് സ്വർഗത്തിന്റെ ആളായി തീരുക എന്നത് സംഭവിക്കുന്നില്ലായിരുന്നുവെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രത്തോളം ചെയ്യുമായിരുന്നില്ല. എന്താ കാരണം? അല്ലാഹു തആല നബി തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. കുഫറിന്റെ മേലായി മരിച്ചിട്ടുള്ള ഒരാളുടെ മേലും നിങ്ങൾ ദുആ ചെയ്യരുത്. വലാ തഖും അലാ ഖബരി, അവരുടെ ഖബറിലേക്ക് ചവിട്ടാനും പാടില്ല. അപ്പോൾ ശിർക്കിലായും കൊണ്ട് കുഫറിലായും കൊണ്ട് മരണപ്പെട്ടു പോയ ഒരാള് ആ ശിർക്ക് കുഫറിന്റെ എതിരാളികളാണ് നാം എന്ന നിലക്ക് അവരുടെ സംസ്കരണ പരിപാടികളിൽ സംബന്ധിക്കാനോ അതല്ലെങ്കിൽ സംസ്കരിച്ചതിന്റെ ശേഷം അവരുടെ ഖബറുകൾ ചെന്ന് നിൽക്കാനോ നമ്മെ സംബന്ധിച്ചിടത്തോളം അരുതായ്മയുണ്ട്. മരിച്ചുപോയ വ്യക്തിയുടെ അയൽവാസിയെ, അവിശ്വാസി മരിച്ചപ്പോൾ അവന്റെ ബന്ധുക്കൾക്കുണ്ടാകുന്ന ദുഃഖം അയൽവാസികളാണ് എന്ന നിലക്ക് ഒന്ന് പോയി സാന്ത്വനപ്പെടുത്തി പോരാം എന്നല്ലാതെ ഒന്ന് പ്രാർത്ഥിച്ചു കൊടുക്കാനോ അതല്ലെങ്കിൽ ഈ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കാനോ അതിനൊന്നും നാം ഉണ്ടാവാൻ പാടില്ല. വലാ തഖും അലാ ഖബരി, അവിടെ പോയി നിൽക്കരുത് എന്നാ പറഞ്ഞു. അവന്റെ ഖബറിങ്ങ് പോയി നിങ്ങൾ നിൽക്കരുത്. ഈ മണ്ണിൻ ചുവട്ടിൽ നിൽക്കുന്നയാള് ശിർക്കിന്റെ ആളാണ് എങ്കിൽ, കുഫറിന്റെ ആളാണ് എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് ആ പോയി നിന്നതും കരഞ്ഞതും കരയിപ്പിച്ചതും തെറ്റല്ലേ? അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന ഭത്സിക്കുന്ന ഒരു നടപടി തങ്ങളിൽ നിന്നുണ്ടാകുമോ? അപ്പോൾ ആ സംഭവം മുസ്ലിമിൽ ഉള്ളതാണ്. അത് തെളിയിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത്, അഥവാ ഉപ്പാനെയും ഉമ്മാനെയും ഇഹ്യാ ചെയ്തിട്ട് അവർ ഈമാൻ കൊള്ളുക എന്നതുണ്ടായിട്ടുണ്ട്. ഇത്രയും പറയുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മറുപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു ചോദ്യമുണ്ടാകും. എന്താണത്? അബീ വ അബൂക ഫിന്നാർ എന്ന നബി തങ്ങൾ ഒരു വ്യക്തിയോട് പറഞ്ഞതായ സംഭവം മുസ്ലിമിൽ തന്നെ ഉണ്ടല്ലോ, അതിനെന്ത് മറുപടി? എന്താ അതിന്റെ അർത്ഥം? അബീ വ അബൂക ഫിന്നാർ, എന്റെ ഉപ്പയും നിന്റെ ഉപ്പയും നരകത്തിലാണ്. അപ്പോ അതിന്റെ അർത്ഥം അബ്ദുല്ലാ എന്നവർ നരകത്തിലാണ് എന്നല്ലേ? എന്റെ ഉപ്പ നരകത്തിലാണെന്ന് വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് മുസ്ലിമിൽ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആളുകൾ നരകത്തിലുള്ള ഒരാളെ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടാക്കുന്നത് എന്നാണ് അഹ്ലു സുന്നത്തിന്റെ ആന്റി ടീമുകളുടെ ചോദ്യം. സുഹൃത്തുക്കളെ, നേരത്തെ നിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കണം. ഏത്? വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ, ഫത്രത്തിന്റെ കാലത്ത് ജീവിച്ചയാള് എന്ന നിലക്ക് അബ്ദുല്ലാ എന്നവർക്ക് നരകത്തിൽ പോവാൻ അർഹതയില്ല എന്ന ആയത്തവിടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതിന് മറുപടി കണ്ടെത്താൻ. എന്താണ് മറുപടി? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉപയോഗിച്ച ആ അബി എന്നത് സാധാരണഗതിയിൽ അറബികൾ ഉപയോഗിക്കാറുള്ള ഒരു അബ് പ്രയോഗമാണ്. നേരത്തെ ആസറിന്റെ കാര്യത്തിൽ ഖുർആനിൽ നിങ്ങൾ കണ്ട പ്രയോഗമാണ്. ആസർ ആരായിരുന്നു? ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ പിതൃവ്യനായിരുന്നു. തങ്ങൾക്കൊരു പിതൃവ്യനുണ്ട്, ഷുവറായിട്ട് നരകത്ത് പോവേണ്ട പിതൃവ്യൻ. അതാരാണ്? അത് ഫത്രത്തിന്റെ കാലത്ത് മരിച്ചുപോയ പിതൃവ്യനല്ല, ബിഅ്സത്തിന്റെ ദശയിൽ മരിച്ച പിതൃവ്യനാണ്. തങ്ങളെ അള്ളാഹു യാത്രയാക്കിയത് അറിഞ്ഞതിന് ശേഷം മരിച്ച ആളാണ്. ആ പിതൃവ്യന്റെ പേരാണ് അബൂലഹബ്. ആ ആളെ കുറിച്ച് അണാബൈ തീർത്ത് ഖുർആൻ പറഞ്ഞതാണ്.
തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറാ. നസ് എന്നല്ലേ ഇതിനെ കുറിച്ച് പറയുക. ആ അബൂലഹബിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംവദിച്ചു. അള്ളാഹു ഒന്നാണെന്ന് പഠിപ്പിച്ചു. ഗോ ബാക്ക് എന്ന ആ ആള് പറഞ്ഞു, ഫൽസിച്ചു. സയസ്ലാനാറ, ബിഴ്സത്തിന്റെ ദശയിൽ അവിശ്വസിച്ചുകൊണ്ട് അയാൾ നരകത്തിൽ പോവും, ഉറപ്പാണ്. അത് സ്വന്തം പിതൃവ്യനാകുമ്പോൾ പിതൃവ്യനെ അബ് അബ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ആ പ്രയോഗമാണ് തങ്ങൾ ഇവിടെ ഉപയോഗിച്ചത്. അബീവ അബൂക ഫിന്നാർ എന്നല്ലാതെ അബ്ദുള്ള എന്നവരെ കുറിച്ചല്ല. അല്ല എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ട്? അബ്ദുള്ള എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്രയാക്കുന്നതിന് മുമ്പ് വഫാത്തായിട്ടുണ്ട്. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. ആ ആയത്തിനോട് യോജിക്കണ്ടേ ബാക്കി കാര്യങ്ങൾ പറയുന്നത്? എല്ലാം പരസ്പരം പൊരുത്തപ്പെടണമല്ലോ. അപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മറുപക്ഷത്തുള്ള ആളുകൾ അബീവ അബൂക ഫിന്നാർ എന്ന ഹദീസ് കണ്ടിട്ടും നബി തങ്ങളുടെ ഉപ്പാനെ നരകത്തിൽ പറഞ്ഞേക്കുക എന്ന ശ്രമം നിർത്തണം. അത് നടക്കൂല. ഇസ്തഗ്ഫർതു റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് സമ്മതം ചോദിച്ചു. എന്തിനു വേണ്ടിയാ സമ്മതം ചോദിച്ചത്? ഞാൻ എന്റെ മാതാവിനെ പൊറുക്കലിനെ തേടാൻ വേണ്ടി ഞാൻ സമ്മതം ചോദിച്ചു. ഫലം യഇദൻ, അല്ലാഹ് സമ്മതം തന്നില്ല. ഇങ്ങനെ ഒരു ഹദീസും മുസ്ലിമിലുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ മറുപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചാണ് അറിയേണ്ടത്. പൊറുക്കലിനെ തേടുന്നതിന് വേണ്ടി സമ്മതം ചോദിച്ചപ്പോൾ അള്ളാഹു സമ്മതം കൊടുക്കാതിരുന്നത് തെളിവല്ലേ? ആമിന ബീവി അമുസ്ലിമാണ് എന്നതിന് അവരുടെ തോന്നലാണ്. സഹോദരന്മാരെ, ആമിന ബീവി അമുസ്ലിമായതുകൊണ്ടല്ല സമ്മതം കൊടുക്കാതിരുന്നത്. കാരണം എന്താണ്? ഈ ഹദീസിന്റെ ബാക്കി പരിശോധിക്കണം. എന്താ ബാക്കിയിലുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നബി തങ്ങൾ ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്ത വർത്താനം. അതാ ബാക്കിയിലുള്ളത്. ഞാൻ എന്റെ അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചു, അൻ അസൂറ, ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഞാൻ സമ്മതം ചോദിച്ചു. ഫഅദിന ലീ, സിയാറത്ത് ചെയ്യാൻ എനിക്ക് സമ്മതവും തന്നു. എന്നിട്ടാണ് സിയാറത്ത് ചെയ്യലും കരയിപ്പിക്കലും ഉണ്ടായത്. അപ്പോൾ സമ്മതിക്കാത്തത് എന്തിനാണ്? പൊറുക്കലിനെ തേടാൻ. സിയാറത്ത് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്, പൊറുക്കലിനെ തേടാൻ സമ്മതിക്കുന്നുമില്ല. ഖബറുകൾ ചെന്ന് സിയാറത്ത് ചെയ്യുന്നതിന് സമ്മതിക്കുന്നില്ല. നേരത്തെ നിങ്ങൾ കേട്ട ആയത്തിൽ കുഫ്ർ ഉള്ളിലുണ്ടെങ്കിൽ വലാ തഖും അലാ ഖബ്രിഹി, ഖബറുകൾ പോവരുത്. മുസ്ലിമിൽ എന്താ പറയുന്നത്? ഉമ്മാനെ സിയാറത്ത് ചെയ്യാൻ സമ്മതം ചോദിച്ചപ്പോൾ സമ്മതം തന്നു. അപ്പൊ ഉള്ളിൽ കുഫ്റില്ലാത്തത് കൊണ്ടാണല്ലോ സിയാറത്തിന് സമ്മതം കൊടുക്കുന്നത്. പൊറുക്കലിനെ തേടുന്നതിന് വേണ്ടി ചോദിച്ചപ്പോൾ അതിന് സമ്മതം കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അതിന് മറുപടി മഹാനായ അബ്ദുള്ള എന്നവരും മഹദി ആമിന ബീവി എന്നവരും മഗ്ഫിറത്ത് പൊറുക്കൽ എന്ന് പറയുന്ന ആ വേർഡ്, ആ പദം, അത് പോസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വങ്ങളല്ല. കാരണം പൊറുക്കണമെങ്കിൽ എന്ത് വേണം? എന്താണ് ഈ പൊറുക്കൽ എന്നതിന്റെ നിർവചനം നമ്മൾ മനസ്സിലാക്കണം. പൊറുക്കൽ എന്ന് പറഞ്ഞാൽ ബിഴ്സത്ത് എത്തിയ സന്ദർഭത്തിൽ ആ ബിഴ്സത്തിന്റെ യുഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വം ഓർഡറിന് വിപരീതം ചെയ്യുന്നത് പൊറുക്കുക എന്ന, അതാ പൊറുക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രവാചകന്മാരുടെ ദശയിലല്ലാതെ ജീവിച്ച ഒരാൾക്ക് അസുലൻ നിലയ്ക്ക് തന്നെ ദോഷമില്ല. അസുലൻ നിലയ്ക്ക് തന്നെ ദോഷത്തിന് ഒരു പഴുതുമില്ലാത്തടത്ത് പൊറുക്കണം എന്ന് പറയുന്നത് അത് കറണ്ടില്ലാത്ത സന്ദർഭത്തിൽ സ്വിച്ച് ഇടുന്ന പോലെയുള്ളൊരു പരിപാടിയാണ്. അമർത്തി ഇങ്ങനെ സ്വിച്ച് ഇട്ടതോന്നും കത്തൂല. കത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അത്
കറണ്ടുള്ള സമയത്തായിരിക്കണം ആ സ്വിച്ച് ഓൺ ചെയ്യുന്നത്. അല്ലാത്തടത്തൊരാളിങ്ങനെ കോറിയാൽ കൈവേദനിക്കാന്നല്ലാതെ സൂട്ടാവില്ല. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചു നോക്കട്ടെ, പടച്ചോനെ ജിബ്രീലിന് വേണ്ടി ഒന്ന് പൊറുക്കലിനെ തേടാൻ നീ ഒന്ന് എനിക്ക് സമ്മതം തരണോ? എന്തായിരിക്കും അള്ളാഹിന്റെ മറുപടി ഉണ്ടാവുക? തങ്ങളെ വേറെ പണിയൊന്നുമില്ലേ എന്നാ ചോദിക്കുക. കാരണം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മഗ്ഫിറത്ത് എന്നത് സൂട്ടാവില്ല. എന്തുകൊണ്ട് സൂട്ടാവില്ല? അവരെ ലാ യഅസൂന അല്ലാഹ മാ അമറഹും, പാപം ചെയ്യാൻ പറ്റാത്ത ഒരു പരുവത്തിലാണ് അവരുടെ സൃഷ്ടിപ്പ് തന്നെ. പിന്നെ അവർക്ക് പൊറുക്കലിനെ തേടിയാൽ അത് നമ്മുടെ വെറും അധരവ്യായാമം എന്നല്ലാതെ എന്താ പറയുന്നത്? ഒരു മനുഷ്യന് പണിയെടുക്കുകയാണെങ്കിൽ അതിന് ഫായിദ വേണ്ടേ? അതുകൊണ്ടാണ് പൊറുക്കലിനെ തേടാൻ സമ്മതിക്കാതിരുന്നത്. ആ സമ്മതിക്കായ്മ തന്നെ തെളിവാണ് മഹദിക്ക് പാപമില്ല. ഏത് മറുപക്ഷത്തിന് സംശയമുള്ള ഹദീസ് തന്നെയാണ് തെളിവ് പാപമില്ല എന്നതിന്. തൊട്ടിപ്പുറത്ത് നിങ്ങൾ പോയി സിയാറത്ത് ചെയ്തോളൂ എന്ന് സമ്മതിക്കുന്നുണ്ട്. സിയാറത്ത് ചെയ്തോളൂ എന്ന്. ഈ നബി തങ്ങളുടെ ഉമ്മാനെ സിയാറത്ത് ചെയ്യുമ്പോൾ തങ്ങൾ കരയിപ്പിച്ചു എന്നുള്ളത് മുസ്ലിമിന്റെ ഹദീസിലുണ്ട്. ആ ഉമ്മാന്റെ പണി എന്തായിരുന്നു അറിയാമോ നിങ്ങൾക്ക്? ഈ കുഞ്ഞിനെയും കൂട്ടി 6 വർഷത്തോളം മകൻ 6 വയസ്സുള്ളപ്പോഴാണല്ലോ ഉമ്മ മരിക്കുന്നത്. ഓരോ വർഷവും ഈ ഉമ്മ പോവാറുണ്ടായിരുന്നു മദീനയ്ക്കടുത്ത സ്ഥലത്ത്. എന്തിന്? ഇക്കുട്ടിയുടെ ഉപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ. അതുപോലെയുള്ള ഒരു പോക്ക് പോയിടത്ത് വെച്ചിട്ടാണ്, അബ്ദുള്ള എന്നവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിടത്ത് വെച്ചിട്ടാണ് ബീവിക്ക് മരണം ആസന്നമായതും മരിക്കലും ഉണ്ടായത്. ഏതായാലും കച്ചവടത്തിന് പോകും. ആര്? അബ്ദുൽ മുത്തലിബ് എന്നവർ പോകും, അബൂ താലിബ് എന്നവർ പോകും. ഇവരൊക്കെ പോകുന്ന കൂട്ടത്തിൽ ഈ ആമിന ബീവിയും പോകും. ആ പോകുന്ന പോക്കിൽ ഈ കുഞ്ഞുമുണ്ടാവലുണ്ട് കൂട്ടത്തിൽ. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് വളരെ ചെറിയ നാളിൽ തന്നെ ഉമ്മായോടുകൂടെ ഉപ്പാന്റെ ഖബറുകളിൽ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മായുടെ ഖബറിൽ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ നടക്കുന്നത് എന്തിനെയാണ് തെളിയിക്കുന്നത്? ആ ഉപ്പാക്കും ഉമ്മാക്കും ഒരു വക കുറവും ഇല്ല എന്നാണ്. ഇതാണ് സത്യമെന്നിരിക്കെ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് വലസൗഫ യുതീക റബ്ബുക ഫതർള, നിങ്ങൾക്ക് വയറ് നിറയുന്നത് വരെ അങ്ങോട്ട് തരാൻ തന്നെയാണ് തീരുമാനിച്ചത്. നിങ്ങൾക്ക് തൃപ്തിയില്ലായ്മ എന്നത് ഉണ്ടാവാനേ പാടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കെ, മാന്യ സുഹൃത്തുക്കളെ, ഈ 1400 വർഷം പിന്നിട്ട സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഷൂട്ട് ചെയ്യാൻ, വെടിവെക്കാൻ, വേദനിപ്പിക്കാൻ, ഇത്തരം അസംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാൻ ഒരു വ്യക്തിയും മുതിരാൻ പാടുള്ളതല്ല. ഇനി രണ്ടാമത്തൊരു കാര്യം ഞാൻ പറയാം. അതെന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വേദനിപ്പിക്കരുത് എന്നതിന്റെ ഭാഗമായി രണ്ടാമതൊന്നു പറയാനുള്ളത്, തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമത്തു ബിൽഅത്തും മിന്നി യുരീബുനി മാ അറാബഹ, എന്റെ മകൾ ഫാത്തിമയുണ്ടല്ലോ അത് എന്റെ ഒരു കഷ്ണമാണ്, എന്റെ ഒരു ഭാഗമാണ്. ആ ബീവിയെ എന്തൊക്കെ പ്രയാസപ്പെടുത്തുന്നതുണ്ടോ, വിഷമിപ്പിക്കുന്നതുണ്ടോ, അലോസരമായി തീരുന്നതുണ്ടോ, അതൊക്കെയും എനിക്കും അലോസരമുണ്ടാക്കുന്നതാണ്. യുരീബുനി മാ അറാബഹ എന്ന് വെച്ചാൽ ഫാത്തിമ ബീവിയെ ആരെങ്കിലും ഒന്ന് തോണ്ടി, ഒന്ന് പരിഹസിച്ചു, ഒന്ന് അവഹേളിച്ചു, ഒന്ന് താഴ്ത്തിക്കെട്ടി, ഇങ്ങനെ എന്തെങ്കിലും ഒരു മാനസിക വ്യഥ എന്റെ മകൾക്ക് തട്ടിയാൽ അത് അപ്പടി എനിക്കാണ് തട്ടുന്നത് എന്ന് ഓർമ്മ വേണം. യുരീബുനി മാ അറാബഹ. ഇത് മുസ്ലിം ഉമ്മത്ത്
ഖിയാമത്ത് നാൾ വരെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്കാരമാണ്. എന്താണത്? ഫാത്തിമ ബീവിയെയും ഫാത്തിമ ബീവിയിലൂടെ പിറന്നിട്ടുള്ള അഹ്ലുബൈത്ത് തങ്ങന്മാരി എന്ന് പറയുക, അഷ്റാഫ്, അവരെ വേദന തട്ടിക്കുന്ന ഒന്നും ആരും ചെയ്യരുത് എന്നുള്ളത് മുസ്ലിം സമൂഹത്തിന്റെ ഒരു സംസ്കൃതിയാണ്, അവരുടെ ഒരു നിർബന്ധമാണ്. യുരീബുനി മാ അറാബഹ. സാധാരണ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പരിഹസിക്കുന്നതും ഇടിച്ചു താഴ്ത്തുന്നതും തെറ്റാണ്. പക്ഷേ നബി കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ കയറി പിടിക്കുമ്പോൾ അത് ഡബിൾ തെറ്റായി മാറുന്നതാണ്. ഒന്ന്, അത് പരിഹസിക്കുന്നു എന്ന തെറ്റ്. രണ്ടാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കലാണ് അത് എന്ന തെറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഈ ഒരു നടപടിയും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഏത്? അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകളെ കയറിപ്പിടിക്കൽ, അവരെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്യുക എന്നതുണ്ടാവരുത്. ഇനി സംഗതി വശാൽ അവരിൽ നിന്ന് ഫാൾട്ട് ഉണ്ടായി എന്ന് വെക്കുക. മഴസൂമുകളൊന്നുമല്ല തങ്ങന്മാര്, മഴസൂമുകളൊന്നുമല്ല. പാപങ്ങളും അരുതായ്മകളുമൊക്കെ അവരുടെ ഭാഗത്തു നിന്നും സംഭവിക്കും. അങ്ങനെ സംഭവിച്ചത് ഉണ്ടെങ്കിൽ പോലും അതിനെ സ്വകാര്യമായ ഭാഷണങ്ങളിലൂടെ അവരിൽ നിന്നും തിരുത്താൻ ശ്രമിക്കുക എന്നതല്ലാതെ അത് പുറത്ത് വലിച്ചിട്ട് ഫ്ലാഷാക്കി ആ പരമ്പരയ്ക്ക് ഒരു മാനഹാനി വരുത്താൻ പാടില്ല എന്നാണ് നിയമം. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ളവര് ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. തങ്ങന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ഫാസിഖായി എന്ന് തന്നെ വെക്കുക, ഫിസ്ക് ചെയ്യുന്ന ആളായി തീർന്നു തന്നെ വെക്കുക. എന്നാലും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഫാസിഖാകുമ്പോൾ അവനെ നാം ഫാസിഖേ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന പോലെ തങ്ങന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് ഫിസ്ക് തട്ടിയാലും ആ നിലയ്ക്കുള്ള ഒരു സംബോധന അരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു വേള സാധ്യതയുണ്ട് ഈ ബ്ലഡിന്റെ റിലേഷൻഷിപ്പ്, ചോരബന്ധം എന്ന് പറയുന്നത് ഗാലിബാവാൻ സാധ്യതയുണ്ട്. അപ്പൊ വിളിച്ചവനാണ് പിന്നെ കുടുങ്ങുക. അതാ ഇബ്നു ഹജർ എന്നൊരു പറഞ്ഞിട്ട്. തങ്ങൾ ഫിസ്ക് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ റൗഡി എന്ന ഭാഷയിൽ തങ്ങളെ വിളിച്ചയാളില്ലേ, അയാൾ കുടുങ്ങി എന്ന് വരും. എന്തുകൊണ്ട്? ഈ തെറ്റ് ചെയ്ത തങ്ങൾ തെറ്റോടുകൂടെ തന്നെ മരിച്ചങ്ങ് ചെന്നാലും അസുല ഈമാൻ ഉള്ളതിന്റെ പേരിൽ ബ്ലഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, അലാഖത്ത് ദമവിയ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ബന്ധമാണ്. ഈ തങ്ങൾക്കുണ്ടല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബ്ലഡ് പരമായ ബന്ധമുണ്ടല്ലോ, ചോരബന്ധമില്ലേ, അതങ്ങട്ട് ഗാലിബായി എന്ന് വന്നേക്കും. തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പക്ഷേ പടച്ചോനോട് പറഞ്ഞു നിൽക്കും, അവനൊന്നും കാട്ടേണ്ടതാ പടച്ചോനെ, നമ്മളെ ചെറിയോനാണ്. അപ്പൊ അള്ളാഹ് പിന്നെന്താ ചെയ്യാ, എന്നാ പിന്നെ നിങ്ങൾ പറയുമ്പോൾ ആയിക്കോട്ടെ. തങ്ങൾ സ്വർഗത്ത് പോയി. ഇവിടുന്ന് ഫാസിഖേന്ന് വിളിച്ചെങ്ങായി നാവ് വന്നവനുമായി. അതുകൊണ്ട് സാധാരണ ഒരാളെ കാണുന്നത് പോലെ ഈ അവസരത്തിൽ പോലും കാണാൻ പാടില്ല എന്ന് വരെ ഇമാമിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഫാത്തിമത്തു ബിൽഅത്തും മിന്നി യുരീബുനി മാ അറാബഹ. സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന നടപടികളിൽപ്പെട്ട ഒന്നാണ് ആ കയറിപ്പിടുത്തം. ഇനി മറ്റൊരു ദിശയിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന മൂന്നാമതൊരു കാര്യം അതെന്താണ്? ഒരു 23 കൊല്ലക്കാലം മഹാനായ തങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ടിട്ടുള്ളത് ഏതാനും കുറെ പ്രോട്ടോകോൾ, പെരുമാറ്റച്ചട്ടങ്ങൾ അത് വേരുറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു.
ജീവിതത്തിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ അത് വേരുറപ്പിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ വേരുറപ്പിച്ചു പോയിട്ടുള്ള അതിനെയാണ് നാം നാഗരികത എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ജാഹിലിയ്യത്തായിരിക്കും. ഒരു വശത്തെ ഹലാറ, മറുവശത്ത് ജാഹിലിയ്യ. ജാഹിലിയ്യത്ത് എന്ന് പറയുന്നത് ഡാർക്ക് ഏജിന്റെ സംഭാവനയാണ്. ഹലാറത്ത് എന്ന് പറയുന്നത് ബിഴുസത്തിന്റെ സംഭാവനയാണ്. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിച്ചു പോയി, എല്ലാ ജാഹിലിയത്തും തഹ്ത ഖദമയ്യ മദ്ഫൂൻ, എന്റെ കാൽ ചുവട്ടിൽ ഞാൻ കുഴിച്ചു മൂടുന്നു. ഒരു ജാഹിലിയത്തും ഇനി ആരും മാന്തി പുറത്തെടുക്കരുത്. തമോയുഗത്തിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ, ആ ജീവിത രീതി, അതാരും ഇനി മാന്തി പുറത്തെടുക്കരുത്. അതൊക്കെ ഞാൻ കാലിന്റെ ചുവട്ടിൽ കുഴിച്ചു മൂടിക്കളഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ വെച്ചു നീട്ടിയ ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്, അത് മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ലൻ തളില്ലു മാ തമസ്സക്തു, അപ്പറഞ്ഞിടത്ത് നിങ്ങൾ നിൽക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഒരു പെശകും പറ്റില്ല. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഫാൾട്ട് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കുന്ന കാര്യമാണെന്ന് നാം മനസ്സിലാക്കുക. തങ്ങൾ ഉയർത്തിപ്പിടിച്ച സംസ്കൃതിയിൽപ്പെട്ട ഒന്നാണ് നമുക്ക് മഹബ്ബത്തു ദുനിയ ഉണ്ടാവരുത് എന്നത്, ഹുബ്ബുദ്ദുനിയ ഉണ്ടാവരുത് എന്നത്. അപ്പോൾ ദുനിയാവിനോടുള്ള പ്രേമം എന്ന് പറയുന്നത് ജാഹിലിയത്തിന്റെ സുലൂക്ക് ആണ്. ഡാർക്ക് ഏജിന്റെ, തമോയുഗത്തിന്റെ ഒരു ശീലമാണ്, ശൈലിയാണ് മഹബ്ബത്തു ദുനിയ, ദുനിയാവിനോടുള്ള കമ്പം എന്ന് പറയുന്നു. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു രോഗം തട്ടി എന്ന് വെക്കുക. ദുനിയാവിനോടുള്ള ആർത്തി, പ്രതിപത്തി എന്ന് പറയുന്നത് നമുക്ക് തട്ടിയാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കും. എന്താണ് ഇപ്പോൾ അത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്? നോക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഒരു സുപ്ര, ആ സുപ്രയില് കുറെ തളികകൾ, തളികയിൽ എമ്പാടും വിഭവങ്ങൾ, കോഴി പൊരിച്ചത്, മത്സ്യം പൊരിച്ചത്, ഫ്രൂട്ട്സ്, ബിരിയാണി, ഇതൊക്കെ തളികയിൽ. ഇതിന്റെ ചുറ്റുപുറവും ആളുകൾ ഇരിക്കുന്ന ഈ ഭക്ഷ്യപദാർത്ഥങ്ങളിലേക്ക് എപ്രകാരമാണോ ചുറ്റുവട്ടത്തിലിരിക്കുന്നവരുടെ കരങ്ങൾ നീണ്ടുവരിക, അതുപോലെ എന്റെ ഉമ്മത്തീങ്ങളുടെ നേർക്ക് ഇതര സമൂഹങ്ങൾ കൈനീട്ടും, അവർ കൈവെക്കും, കയ്യേറ്റം നടത്തും. പ്ലേറ്റിലുള്ള കോഴിയെ കൊണ്ട് പറയാൻ കഴിയുന്നുണ്ടോ എന്നെ തൊടല്ലേ, പിടിക്കല്ലേ, കടിക്കല്ലേ, തിന്നല്ലേ, വേദനിപ്പിക്കല്ലേ എന്ന്? ഇല്ല, കോഴി അവിടെ നിന്ന് വിടുകയാണ്. ഇതുപോലെ മറ്റുള്ള ജനവിഭാഗങ്ങൾ ഈ ഉമ്മത്ത് മുഹമ്മദിയുടെ നേർക്ക് കൈവച്ച് പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ അവസരത്തിൽ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു നിസ്സഹായതയുടെ അവസ്ഥ എന്റെ ഈ ഉമ്മത്തിന് വരാൻ പോകുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പോൾ പിന്നെ സ്വഹാബത്ത് ചോദിച്ചു, തങ്ങൾ പാപ്പാ, ഇങ്ങനെയുള്ളൊരു ദുര്യോഗം ഈ ഉമ്മത്തിന് വരുന്നത് അംഗസംഖ്യയുടെ കുറവ് കൊണ്ടാണോ? തങ്ങളെ ആൾ കുറവായത് കൊണ്ടാണോ? തങ്ങൾ പറഞ്ഞു, അംഗസംഖ്യയുടെ ക്ഷയമല്ല, കില്ലത്ത് കൊണ്ടല്ല അത്. പിന്നെയോ നിങ്ങൾക്ക് ഒരു സൂക്കേട് തട്ടി, അതാണ് കാരണം. എന്തായിരിക്കും ആ സൂക്കേട്? ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. സൂക്കേടിന്റെ പേര് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
ദുനിയാവിനോടുള്ള ആർത്തി നിങ്ങൾക്ക് കൂടുന്നു, മരിക്കാനുള്ള മടി, വെറുപ്പ് അതും നിങ്ങൾക്കുണ്ടാകും. ജീവിതത്തിന്റെ ആ ഒരു പഴച്ചാറ് മോന്തിക്കുടിക്കാൻ വേണ്ടിയുള്ള ആർത്തി നിങ്ങളിൽ കലശലാകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ പ്ലേറ്റിനകത്തെ കോഴിയായി മാറുകയാണ്. ആർക്കും വലിച്ച് കടിക്കാവുന്ന ഒരു പരുവത്തിൽ നിങ്ങളായി പോവുകയാണ്. സുഹൃത്തുക്കളെ, മുസ്ലിം ഉമ്മത്തിന് പാടില്ലാത്തൊരു കാര്യമാണ് ഹുബ്ബു ദുനിയ എന്ന് ഇതുകൊണ്ട് മനസ്സിലായല്ലോ. ദുനിയാവ് പാടില്ല എന്നല്ല പറഞ്ഞത്, ഹുബ്ബു ദുനിയ പാടില്ല. ദുനിയാവിനോടുള്ള മഹബത്ത് പാടില്ല. അത് അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന ഹദാറ സംസ്കൃതിയുടെ ഭാഗമല്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു രോഗം തട്ടിയെങ്കിൽ അയാൾ ഈ ഹവാറത്തിന്റെ മറുഭാഗമാകുന്ന ജാഹിലിയത്തിന്റെ സുലൂക്കിലാണുള്ളത്, ആ ശീലത്തിലും ശൈലിയിലുമാണുള്ളത്. ഇപ്പോഴത്തെ വർത്തമാന പത്രങ്ങൾ എടുക്കുക, ദിവസേന മണി ചെയിൻ ഈ മേഖലയിൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പോലീസ് വകുപ്പിൽ ഒരു വിഭാഗത്തെ തന്നെ നിശ്ചയിക്കേണ്ടിടത്തോളം അംഗസംഖ്യ പെരുകിയിരിക്കുന്നു. ഓരോ മണി ചെയിനിലും തട്ടിപ്പോയി എന്ന് പറയുന്നത് 500 കോടി 1000 കോടി ആ വിധാനത്തിൽ കിടന്നാണ്. ചെറിയ സംഖ്യയൊന്നുമല്ല. ഇപ്പോൾ ഗവൺമെന്റ് പറയാൻ തുടങ്ങി, തട്ടിപ്പ് നടത്തിയവരെ മാത്രമല്ല, മറിച്ച് അതിൽ ഡെപ്പോസിറ്റ് ചെയ്തവരെയും അറസ്റ്റ് ചെയ്യും എന്ന്. സ്ഥിതി അത്രക്ക് വഷളായിരിക്കുകയാണ്. മിക്ക മണി ചെയിൻ അതിന്റെ അറസ്റ്റുകളും നടക്കുമ്പോൾ, ഒളിവിൽ പോയവരുടെ പേര് വായിക്കുമ്പോൾ, എന്റെ സുഹൃത്തുക്കളെ, ഈ ഹുബ്ബുദ്ദുനിയ എന്ന രോഗം തട്ടിയത് ഈ ഉമ്മത്ത് മുഹമ്മദിയക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മേൽവിലാസത്തിൽ ജീവിക്കുന്ന ഉമ്മത്തിൽപ്പെട്ടവർക്കാണ് എന്ന് പത്രം കൊണ്ട് വരുന്നു. എഴുമലു, നിങ്ങൾ മണിച്ചേനോ വേറെന്തോ നടത്തി വസയറല്ലാഹു അമലക്കും വറസൂലുഹു, നിങ്ങൾ നടത്തുന്ന എല്ലാ പണിയും അല്ലാഹ് കാണുന്നുണ്ട്, വറസൂലുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണും. അപ്പൊ നാം ഒരു ദിവസം 12 പേജുള്ള പേപ്പർ വായിച്ചെടുക്കാൻ ഏകദേശം 1 മണിക്കൂറൊക്കെ സമയം എടുത്തുകൂടായികയില്ല. തങ്ങളുപ്പാപ്പ നേരം പുലരുമ്പോഴേക്ക് തന്നെ എല്ലാ പേപ്പറും 1/2 സെക്കൻഡോട് വായിച്ചത്. ഇനിയോ പുറത്തു വരാത്ത കുറെ ന്യൂസ് ഉണ്ടാവുമല്ലോ, എല്ലാം തന്നെ പത്രക്കാർക്ക് കിട്ടിക്കൊള്ളണമെന്നുണ്ടോ? തട്ടിപ്പിന്റെ അതും തങ്ങൾ വായിക്കും. അപ്പൊ നമ്മുടെ വായനയേക്കാൾ കൂടുതൽ റസൂലുള്ളാഹി തങ്ങൾക്കുണ്ട്. ഉമ്മത്തീങ്ങളുടെ ഈ അമലുകൾ അള്ളാഹുവിന്റെ റസൂൽ അറിയുന്നുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ, ആയത്താണ് കുലിയഅമലു ഫസയറല്ലാഹു അമലക്കും വറസൂലു, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളുടെ അമലിനെ കാണുന്നതാണ്. എന്ത് കരുതും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓരോ മനുഷ്യനും മറ്റൊരു മനുഷ്യൻ്റെത് യാതൊരുവിധ മടിയുമില്ലാതെ വാരിക്കൂട്ടുകയാണ്. അത് കമ്പനി നടത്തുന്നവർ, അതിൽ ഭാഗഭാക്കാകുന്ന ഞാനും നിങ്ങളും 15,000-ഓ 22,000-ഓ 25,000-ഓ കൊടുത്ത് ഷെയർ ചേരുകയാണ്. അവിടെ നാമും ആരായിത്തീരുന്നു? ഇടവും വലവും നോക്കാത്ത കുറ്റവാളികളായിത്തീരുന്നു. നമുക്കറിയാം, നമ്മുടേതായ 15,000 രൂപ 25,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന് നേരെ വാ നേരെ പോ എന്ന നിലപാടനുസരിച്ചുകൊണ്ട് ഒരു മാസത്തിൽ ഇങ്ങനെ 1000-ഓ 2000-ഓ നിശ്ചയിക്കപ്പെട്ട തുക ലാഭമായി തരാൻ കഴിയില്ല. അത്ര പെട്ടെന്ന് വികസിക്കുന്ന ഒരു ബിസിനസ്സുമില്ല എന്ന് നമ്മുടെ മനസ്സാക്ഷി നമ്മോട് പറയുന്നുണ്ട്. പറഞ്ഞിട്ടും അത് തെറ്റായ മാർഗത്തിലൂടെ എന്തോ ഒരു തട്ടിപ്പായിരിക്കും. ആണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കിട്ടിയാൽ മതി
എന്ന ഒരു വിചാരമല്ലയോ അതിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലേക്ക് നമ്മെ മാടി വിളിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തത്, നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്ക് അള്ളാഹു കൊടുത്ത ജോലി എന്താണ്? ഫുഖഹാന് കൊടുത്ത ജോലി എന്താണ്? ഫുഖഹാന് കൊടുത്ത ജോലി ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും, ഇസ്തിംബാത്ത് എന്ന ജോലിയാ കൊടുത്തത്. അള്ളാഹുവിന്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും മാന്തി എടുത്ത് പുറത്തേക്കിടുക. അതെ, കിളച്ച് മറിച്ച് ആയത്തും ഹദീസും കിളച്ച് മറിച്ച് പുരാവസ്തു ഗവേഷകന്മാരും മണ്ണിന്റെ അടിയിൽ നിന്ന് പുരാവസ്തു മാന്തി പുറത്തേക്കിടുന്നത് പോലെ അള്ളാഹുവിന്റെ മുറാദ് ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും ഗവേഷണം നടത്തി പുറത്തേക്ക് വലിച്ചിടുക എന്ന ഡ്യൂട്ടിയാണ് ഫുഖഹാന് ചെയ്യാനുള്ളത്. ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹു. അങ്ങനെ മാന്തിയെടുത്ത് പുറത്തോട്ടിട്ട മസ്അലകളിൽപ്പെട്ട ഒന്നാണ് എന്ത്? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കയ്യിലേക്ക് ബിസിനസിന് ക്യാഷ് കൊടുക്കുമ്പോൾ, കച്ചവടത്തിന് ക്യാഷ് കൊടുക്കുമ്പോൾ, ആ കൊണ്ടുപോകുന്ന കക്ഷി ഖിറാവ് എന്ന വ്യവസ്ഥയിലാണെങ്കിൽ മാത്രം അത് ഹലാലാണ്. നിശ്ചിത ലാഭം നിശ്ചിത സമയത്ത് തരുമെന്ന് ഷുവർ പറയുകയാണെങ്കിൽ അത് ഹറാമാണ്. ഈ മാന്തി എടുത്ത് പുറത്തിട്ടവർ പറഞ്ഞു തന്നതാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിന്റെ 1,00,000 ഇങ്ങ് തായോ, എല്ലാ മാസവും തെറ്റാതെ 5000 രൂപ ലാഭം ഉണ്ടാവും, അത് ഉറപ്പാണ്. പിന്നെ എന്താണ് ഈ വേജാറാവുന്നത്? നിനക്ക് 5000 തരും. ഇത് പലിശയൊന്നുമല്ല കേട്ടോ, എന്റെ ബിസിനസിന്റെ ലാഭം, പിന്നെന്താ എനിക്ക് തരുന്നതിന്? ഇങ്ങനെ അദ്ദേഹത്തിന് കണിശമായും പറയാൻ കഴിഞ്ഞാൽ അത് പലിശയാണ്. പലിശയല്ല എന്ന് അയാൾ പറയുന്നുണ്ടെങ്കിലും അത് പലിശയാണ്. ഒരാൾക്ക് 1,00,000 രൂപ കൈമാറുന്ന സന്ദർഭത്തിൽ കച്ചവടത്തിന് കൊടുക്കുമ്പോൾ ഉണ്ടാവേണ്ട എഗ്രിമെന്റ് ഇങ്ങനെയായിരിക്കണം. എന്ത്? കൊണ്ടുപോവുക, ബിസിനസ് നടത്തുക. ബിസിനസ് നടത്തിയിട്ട് ഇതിന്മേൽ ഉണ്ടാകുന്ന ലാഭം വന്നാൽ ആ ലാഭത്തിന്റെ ഒരു ഭാഗം എനിക്ക്, മറുഭാഗം നിനക്ക്. ഓക്കെ. നഷ്ടം വന്നാലോ? നഷ്ടം വന്നാൽ ആ നഷ്ടം മൂലധനത്തിന്റെ താഴോട്ട് പോയെങ്കിൽ അത് ഞാൻ തന്നെ വഹിക്കുക. മൂലധനത്തിനൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ എന്റെ മൂലധനം ഫുള്ളായി ഇങ്ങ് തന്നേക്കുക. മൂലധനത്തിന്റെയും താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ പണം തന്ന ഞാൻ സഹിക്കുക. 97,000 മടക്കി തരാനുണ്ടായുള്ളൂ. മൂലധനത്തിന്മേൽ കയറി 3000 നഷ്ടം പറ്റിയിട്ടുണ്ട്, അത് ഞാൻ സഹിക്കുക. തൽസ്ഥാനത്ത് നീയോ, നിന്റെ അധ്വാനം നിനക്ക് നഷ്ടപ്പെട്ടു, അത് നീയും സഹിക്കുക. ഇങ്ങനെ ലാഭം വന്നാൽ ലാഭത്തെയും നഷ്ടം വന്നാൽ നഷ്ടത്തെയും രണ്ടിനെയും മുന്നിൽ കണ്ടും പറഞ്ഞുമുള്ള ഒരു എഗ്രിമെന്റ് മാത്രമേ ഹലാലാവുകയുള്ളൂ. അല്ലാതെ ഷുവറായിട്ടും നിങ്ങളൊന്നും അറിയേണ്ട, മാസത്തിൽ 5000 റുപ്യ അങ്ങ് തരും എന്ന് പറഞ്ഞ് ഏതൊരുത്തൻ മുന്നിൽ വന്നാലും, അത് ജ്വല്ലറിക്കാരനായിരുന്നാലും ശരി, റിയൽ എസ്റ്റേറ്റുകാരനായിരുന്നാലും ശരി, മുസ്ലിയാരായിരുന്നാലും ശരി, തങ്ങളായിരുന്നാലും ശരി, അവരോട് അതിന് ഒപ്പം ആടരുത് എന്നാണ് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ മുറാദായിട്ട് മാന്തി എടുത്ത് പുറത്തിട്ട് തന്നത്. അത് കേൾക്കാൻ ഈ ഉമ്മത്തിൽ ആളുണ്ടായോ? ഉണ്ടായില്ല. പൊട്ടുന്ന എല്ലാ കേസുകളും, ചീറ്റിപ്പോകുന്ന മുഴുവൻ കേസുകളും പോലീസ് ഇങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ആളുകള്, കോടതിയിലേക്ക് കയ്യാമം വെച്ചുകൊണ്ട് കയറ്റുന്നവര്, ഇറക്കുന്നവര്, ഫോട്ടോ കണ്ടു നോക്കുകയാണെങ്കിൽ ഒക്കെ അബ്ദുള്ളമാരും മുഹമ്മദ്മാരുമാണ് ഭൂരിഭാഗവും. കേസിൽ കുടുങ്ങി അതല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ട് മിണ്ടാതിരിക്കുന്നവരും നമ്മൾ തന്നെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ രോഗം ഹുബ്ബുദ്ദുനിയ, ഹുബ്ബുദ്ദുനിയ, ഇടവും നോക്കുന്നില്ല വലവും നോക്കുന്നില്ല, പണമോ പണം, പണമോ പണം എന്ന് പറയുന്ന ആ ഒരു വിചാരം എനിക്കും നിങ്ങൾക്കും കുറച്ച് കൂടിയിട്ടുണ്ട്. നമ്മുടെ വിഷയം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഞങ്ങളെ വേദനിപ്പിക്കരുതേ എന്നാണ്. അതിന്റെ അർത്ഥം ഇനിയെങ്കിലും നിങ്ങൾ മണിച്ചയിൽ കൂടരുതേ എന്നാണ്. കൂടിയതോ കൂടി, ഇനി കൂടരുത്. നിങ്ങളുടെ ഗ്രാമത്തിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ തല്ലിയൊടിക്കുക. വെള്ളക്കോളർ സംസ്കാരം എന്നും പറഞ്ഞുകൊണ്ട്
നല്ല ഫോറിൻ കാറും ടൈയുമായിട്ട് യുവാക്കന്മാര് കടന്നു വരുന്നുണ്ടെങ്കിൽ അടിച്ചോടിക്കുക. വൃത്തികേട് കണ്ടാൽ അതിനെതിരെ മൗനം പാലിക്കരുത്, അടിച്ചോടിക്കണം. ഈ നാട്ടിൽ ഇത് പറ്റില്ല. റൂം തുറക്കുന്നുണ്ട്, പീടിക തുറക്കുന്നുണ്ട്, ഓഫീസ് തുറക്കുന്നുണ്ട്, ബോർഡ് എഴുതുന്നുണ്ട്, ബാനർ എഴുതുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ നിങ്ങളത് തടയണം. നാട്ടുമൂപ്പന്മാരെ ഇടപെടുക. ഇപ്പോഴത്തെ എക്കണോമിക്സ് മേഖലയല്ലയോ, ഇപ്പോഴത്തെ ബിസിനസ് മേഖലയല്ലയോ, അതൊന്നും നമുക്ക് തിരിയാത്തതാണ്. ആയതുകൊണ്ട് അവർ ചെറുപ്പക്കാർ ചെയ്യുന്നത് ചെയ്തുകൊള്ളട്ടെ, സമ്മതം കൊടുക്കരുത്. ഈ വിധത്തിലുള്ള തട്ടിപ്പുകാരുടെ ഒരു ശാഖ പോലും നമ്മുടെ മഹലിൽ ഉണ്ടാവാൻ കമ്മിറ്റി സമ്മതിക്കരുത്.